കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി ശ്രീജിത്തും കേളകം സ്വദേശിനി ജിസ്നയും 3 വർഷം മുൻപ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. എല്ലാ ദാമ്പത്യ ബന്ധങ്ങളിലും ഉള്ളതുപോലെ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഇവരുടെ വീട്ടിലും സംഭവിച്ചിരുന്നു. ഓട്ടോ ഡ്രൈവറായ ശ്രീജിത്തിൻ്റെ സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് ഇരുവരും തമ്മിൽ വഴക്കു പതിവായി. അതിൽ അയാളുടെ മാതാപിതാക്കൾ കൂടി ഇടപെട്ടതോടെ ജിസ്ന ഭർത്തൃവീട്ടിൽ ഒറ്റപ്പെട്ടു. കഴിഞ്ഞ ദിവസം യുവതിയുടെ വീട്ടുകാർ കേട്ടത് മകളുടെ മരണവാർത്തയാണ്. ജിസ്ന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനും അമ്മയ്ക്കുമെതിരെ യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് പരാതി. ബാലുശ്ശേരി സ്വദേശി ജിസ്നയെ ചൊവ്വാഴ്ച വൈകിട്ടാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 വയസ്സുള്ള മകൻ തനിച്ചായിരുന്നു ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. ഭർത്തൃപിതാവ് ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. കണ്ണൂർ കേളകം സ്വദേശിയാണ് ജിസ്ന. ഓട്ടോ ഡ്രൈവറായ ശ്രീജിത്തുമായി യുവതിയുടേത് പ്രേമവിവാഹമായിരുന്നു. 3 വർഷം മുമ്പായിരുന്നു വിവാഹം. ആത്മഹത്യയിലേക്ക് നയിച്ചത് ഭർത്താവിൻ്റെയും അമ്മയുടെയും പീഡനമെന്നാണ് ജിസ്നയുടെ കുടുംബത്തിന്റെ ആരോപണം. സാമ്പത്തികമായി ശ്രീജിത്തിന് വലിയ ബാധ്യതകളുണ്ട്. ഇക്കാര്യം പറഞ്ഞ് ഇരുവരും തമ്മിൽ വാക്കുതർക്കവും വഴക്കും ഉണ്ടായിരുന്നു. ഭർത്തൃമാതാവുമായും സ്വരച്ചർച്ചയില്ലായിരുന്നു. കുടുംബം ഇടപെട്ട് മധ്യസ്ഥ ചർച്ചകൾ നടത്തിയിരുന്നതായും പരാതിയിൽ പറയുന്നു. എന്നാൽ ജിസ്നയുടെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ ശ്രീജിത്തിന്റെ ബന്ധുക്കൾ തള്ളുകയാണ്. ശ്രീജിത്തും ജിസ്നയും തമ്മിൽ വലിയ സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്നത്. ആത്മഹത്യ ചെയ്യാൻ പര്യാപ്തമായ പ്രശ്നങ്ങളോ കടമോ വീട്ടിലുണ്ടായിരുന്നില്ല. 2 ആഴ്ച കേളകത്തെ സ്വന്തം വീട്ടിൽ നിന്ന ശേഷം ജിസ്ന ബാലുശ്ശേരിയിൽ മടങ്ങിയെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ആത്മഹത്യ. വീട്ടിൽ എന്താണ് നടന്നതെന്ന് അന്വേഷിക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്.